ഒപ്പം നമുക്ക് കോട്ടയത്തെ ഒരു പ്രതികരണം കൂടി നോക്കാം. സജി മഞ്ഞക്കടമ്പിൽ നമുക്കൊപ്പം ചേരുകയാണ്. കേരള കോൺഗ്രസിൻ്റെ മുൻ ജില്ലാ കൺവീനർ കൂടിയായിരുന്ന വ്യക്തിയാണ്, കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കൂടിയായിരുന്നു. ശ്രീ സജി മഞ്ഞക്കടമ്പൻ, കോട്ടയം രാഷ്ട്രീയത്തിൽ സുരേഷ് കുറുപ്പിനെ വീണ്ടും സാധ്യത UDF-ലേക്ക് എത്തിക്കാൻ, അല്ലെങ്കിൽ UDF-ൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കാനുള്ള സാധ്യത തേടുകയാണ് UDF. അതിന് പ്രതീക്ഷ അവർക്ക് അറിയുന്നത് കഴിഞ്ഞ ദിവസം സുരേഷ് കുറുപ്പ് എഴുതിയ ചില ലേഖനങ്ങളും അദ്ദേഹം പാർട്ടി നേതൃത്വവുമായി ചില അകൽച്ചയുണ്ട് എന്ന തോന്നലുമാണ് അവരെ ആ കാര്യത്തിൽ പ്രേരിപ്പിക്കുന്നത്. താങ്കൾ കരുതുന്നുണ്ടോ ആ രാഷ്ട്രീയ നീക്കം സാധ്യമാകുന്നത്? രാഷ്ട്രീയ നേതൃത്വത്തെ എനിക്ക് ബോധ്യമില്ല. എങ്കിലും ഞാൻ പറയാം, ഒരു കാര്യമുള്ളൂ. ആര് സ്വാഗതം ചെയ്ത്, പ്രത്യേകിച്ച് മോൻസ് ജോസഫ് സ്വാഗതം ചെയ്തെങ്കിൽ അദ്ദേഹത്തിന് ചെറിയ ഭയമുണ്ട്. അദ്ദേഹത്തോട് കടുത്തുരുത്തിയിൽ നിന്ന് മാറി ഏറ്റുമാനൂർ മത്സരിക്കണമെന്ന് UDF നേതൃത്വം ആവശ്യപ്പെടുന്നുണ്ട് എന്ന് ഞാൻ കേൾക്കുന്നു. അവിടെ ഏറ്റുമാനൂർ മത്സരിക്കാനുള്ള താല്പര്യക്കുറവ് അദ്ദേഹത്തിന് ഉള്ളത് കൊണ്ട് അദ്ദേഹം പറയുന്നു സുരേഷ് കുറുപ്പിനെ എടുക്കുക, മത്സരിപ്പിക്കുക, ജയിപ്പിക്കുക. കഴിഞ്ഞ പ്രാവശ്യം പുള്ളി ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചായിരുന്നു. പുള്ളിയുടെ സ്ഥാനാർത്ഥിയാ പ്രിൻസ് ലൂക്കോസ് മത്സരിപ്പിച്ചായിരുന്നു, തോറ്റുപോയി. അപ്പം അവിടെ ഏറ്റുമാനൂർ മത്സരിച്ചാൽ അത്ര വിജയസാധ്യത ഇല്ലെന്ന് പുള്ളിക്ക് ബോധ്യം ഉള്ളതുകൊണ്ട് പുള്ളി കുറുപ്പിനെ ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് മത്സരിപ്പിക്കാം എന്ന് പറയുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. യാതൊരു ആത്മാർത്ഥതയോടുള്ള സംസാരമല്ല ശ്രീ മോൻസ് ജോസഫിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. ഞങ്ങൾക്ക് കിട്ടിയ ഒരു വിവരം, മോൻസ് ജോസഫ് ചില അനൗദ്യോഗിക ചർച്ചകൾ നടത്തി കഴിഞ്ഞു. പക്ഷേ താങ്കൾ ഈ സൂചിപ്പിച്ച രാഷ്ട്രീയമാവാം അതിന് കാരണം മോൻസ് ജോസഫിനെ കുറിപ്പ് വരിക അല്ലെങ്കിൽ ഒരു ചർച്ചയെങ്കിലും ഉയർത്തിയതോടുകൂടി അതൊരു ആശയക്കുഴപ്പമാവുകയും ഒരുപക്ഷെ കടുത്തുരുത്തിയിൽ ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധിക്കൊക്കെ പരിഹാരം അതിലൂടെ ഉണ്ടാക്കുക എന്നതൊക്കെ മോൻസ് ജോസഫിൻ്റെ ഒരു വിശാല രാഷ്ട്രീയ ലക്ഷ്യം കൂടിയായി താങ്കൾ കരുതുന്നുണ്ടോ? ആയിരിക്കാം. എനിക്ക് അതിനെക്കുറിച്ച് എത്രയും പറയാം. ആയിരിക്കാം. അദ്ദേഹത്തിന് ലക്ഷ്യങ്ങളുണ്ടാവും. ആ ലക്ഷ്യങ്ങളുടെ ഭാഗമായിട്ട് അദ്ദേഹം ഒരു നുണ പറഞ്ഞു അല്ലെ അദ്ദേഹം ഈ സുരേഷ് കുറുപ്പിനോട് വലിയ വാത്സല്യമായിട്ടല്ലത്. അദ്ദേഹത്തിന് UDF നേതൃത്വം ആവശ്യപ്പെട്ടു എന്ന് ഞാൻ കേൾക്കുന്നു. എനിക്കറിയില്ല, ആവശ്യപ്പെട്ടുണ്ടായിരിക്കാം ഏറ്റുമാനിലേക്ക് മാറാൻ. അതിന് പുള്ളി തയ്യാറല്ല, അദ്ദേഹത്തിന് മാറത്തില്ല. മാറാൻ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടാണ് അദ്ദേഹം ഇതെല്ലാം പറയുന്നത്. ഒരുപക്ഷെ ഈ കേരള കോൺഗ്രസിനകത്ത് തന്നെ ഉണ്ടാവുന്ന ചില വെല്ലുവിളികൾ കൂടി മുന്നിൽ കണ്ട് മോൻസ് ജോസഫ് നയിക്കുന്ന ഒരു രാഷ്ട്രീയ നീക്കം, അങ്ങനെയാണോ താങ്കൾ ഇതിനെ കരുതുന്നത്? തീർച്ചയായിട്ടും ആണല്ലോ. കേരള കോൺഗ്രസിനെ തകർത്തതിൽ മുൻകൈ എടുത്ത ഒരാളാണ് അദ്ദേഹവും, ശ്രീ മോൻസ് ജോസഫ്. അദ്ദേഹത്തിന് കേരള കോൺഗ്രസ് ഒരു MLA മതി, കോട്ടയത്ത് ഒരു മന്ത്രി മതി. ഇതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. പക്ഷെ ആ ലക്ഷ്യം പ്രാവർത്തികമാണ്. ദൈവം ഉണ്ടല്ലോ മേളിൽ, ദൈവം എല്ലാം കാണുന്നുണ്ടല്ലോ. അപ്പം സ്വാഭാവികമായിട്ടും ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലും പറയുന്നില്ല. ഒരു MLA മതി, ഒരു മന്ത്രി മതി എന്നുള്ള പുള്ളിയുടെ ആശയം. 1 MLA 1 മന്ത്രി കോട്ടയത്ത് പുള്ളിയുടെ ആശയം അങ്ങനെയാണ്. ആശയം നടക്കാൻ ദൈവം അനുഗ്രഹിച്ച് നടക്കട്ടെ, എനിക്ക് വിരോധമില്ല. ശരി, യെസ്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത കൂടി വരുന്നുണ്ട്. സുരേഷ് കുറുപ്പ് പൂർണ്ണമായും ഈ സാധ്യത തള്ളുന്നു. അദ്ദേഹം ഇപ്പോൾ അല്പസമയം മുമ്പ് ഫേസ്ബുക്കിൽ പ്രതികരണം നടന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി അദ്ദേഹം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി UDF സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള പ്രചരണം പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണ്, അതിൽ വസ്തുതയില്ല എന്നതാണ് സുരേഷ് കുറുപ്പ് ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കുന്നത്. 1972 മുതൽ താൻ CPIM അംഗമാണ്. അന്ന് തൊട്ട് ഇന്ന് വരെ CPM-ൻ്റെ രാഷ്ട്രീയ നിലപാടുകളോട് ഒരു അഭിപ്രായ വ്യത്യാസവും എനിക്കില്ല. എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ പ്രതിരൂപവും പതാകയും എൻ്റെ രാഷ്ട്രീയം മറന്ന് ഏതെങ്കിലും സ്ഥാനമാനങ്ങളുടെ പുറകെ പായുന്ന ഒരാളല്ല. തെരഞ്ഞെടുപ്പോ അതിലൂടെ ലഭിക്കുന്ന സ്ഥാനലബ്ധികളോ എനിക്ക് പ്രധാനമല്ല. ഇതാണ് സുരേഷ് കുറുപ്പിൻ്റെ പോസ്റ്റർ. ശ്രീജിത്ത്, സുരേഷ് കുറുപ്പ് നിഷേധിക്കുകയാണ് ഈ ഒരു സാധ്യത. പക്ഷേ മോൻസ് ജോസഫിൻ്റെ പ്രതികരണം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. എന്താണ് സുരേഷ് കുറുപ്പിൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലുള്ളത്? സജിത്ത്, തീർച്ചയായും സുരേഷ് കുറുപ്പ് ചൂണ്ടിക്കാണിക്കുന്നത് താൻ അവിടെ ഇടത് സ്ഥാനാർത്ഥിയായി UDF സ്ഥാനാർത്ഥിയായി പോകുന്നു എന്നതാണ് UDF ന്യൂസ് 18 പ്രചരിപ്പിച്ചത് എന്നുള്ളതാണ്. തീർച്ചയായും അദ്ദേഹം പറഞ്ഞ അത് വാസ്തവവിരുദ്ധമാണ്. നമ്മൾ ചൂണ്ടിക്കാണിച്ചത് UDF അങ്ങനെ ഒരു ചർച്ച നടത്തി എന്നുള്ളതാണ്. അത് വളരെ കൃത്യമായി ഇന്ന് സ്ഥിരീകരിക്കുന്നതാണ് മോൻസ് ജോസഫിന്റെ പ്രതികരണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സുരേഷ് കുറുപ്പ് UDF-ലേക്ക് എത്തും, അല്ലെങ്കിൽ അവിടെ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്നൊരു വാർത്ത ന്യൂസ് 18 നൽകിയിട്ടില്ല. ഒന്നാമത്തെ കാര്യം. 2, വലിയ ശ്രമങ്ങൾ ഇപ്പോഴും മോൻസിന്റെ പ്രതികരണം എടുത്താൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാഷ്ട്രീയ കാലാവസ്ഥയല്ലേ, അത് മാറാമല്ലോ എന്നുള്ളതാണ്. അതായത് നമുക്ക് മനസ്സിലാകുന്നതനുസരിച്ച് 2 പ്രമുഖ നേതാക്കൾ UDF-ന്റെ കോൺഗ്രസിന്റെ ഉന്നത നേതാക്കൾ തന്നെ ചർച്ച നടത്തി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് മോൻസിന്റെ പ്രതികരണം ഫലത്തിൽ അത് ചേർത്ത് വെച്ച് വായിച്ചാൽ അതുകൂടി മനസ്സിലാക്കാം. പക്ഷേ സുരേഷ് കുറുപ്പ് ഇപ്പോൾ ഇത് നിഷേധിക്കുന്നു എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്തയ്ക്ക് പിന്നാലെ വീണ്ടും വാർത്ത വന്നതോടുകൂടിയാണ് കുറുപ്പ് ഇങ്ങനൊരു പ്രതികരണത്തിന് തയ്യാറായത്. അതായത് പാർട്ടിക്കുള്ളിൽ നേരത്തെ റെജി ലൂക്കോസ് ഒക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ വലിയ ചർച്ചയാകുന്നു. CPM-ന്റെ അടക്കം പല നേതാക്കളും നമ്മളോട് ചോദിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും കുറുപ്പ് അങ്ങനെ ഒരു രാഷ്ട്രീയ മത്സരത്തിനില്ല,
എന്ന് വ്യക്തത വരുത്തുകയാണ്. അത് കോൺഗ്രസിന്റെ നീക്കങ്ങൾ കൂടി ഫലത്തിൽ ഏതാണ്ട് അവസാനിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഒരു പ്രതികരണം തന്നെയാണ് സുരേഷ് കുറുപ്പ് നടത്തിയിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതാണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് ഇങ്ങനെ ഒരു നീക്കം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതിന് തൊട്ട് പിന്നാലെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സുരേഷ് കുറുപ്പ് ഇങ്ങനെ ഒരു നീക്കം നടത്തുമോ എന്ന സംശയം നമുക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഈ മാതൃഭൂമിയിൽ നടത്തിയ ലേഖനമാണ്, പാർട്ടിയെ ആകെ വെട്ടിലാക്കി നടത്തിയ ഒരു ലേഖനമാണ് സുരേഷ് കുറുപ്പിന് വലിയ വെല്ലുവിളിയായി മാറിയത്. പാർട്ടിയിൽ ഏതാണ്ട് ഉന്നത നേതാക്കളെല്ലാം തന്നെ തുറന്നടിച്ചുകൊണ്ട് സുരേഷ് കുറുപ്പിനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് സുരേഷ് കുറുപ്പ് പറഞ്ഞത് കള്ളമാണ്, പച്ചക്കള്ളമാണ് എന്ന ഫലത്തിൽ നേതാക്കളെല്ലാം പറയുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായത്. അങ്ങനെ ഉണ്ടായ ഒരു സാഹചര്യം അവിടെ പ്രധാനമായി നിൽക്കുന്നു. അപ്പോഴാണ് പാർട്ടിയോട് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ ജില്ലാ കമ്മിറ്റിയിൽ നടക്കം, ജില്ലാ സെക്രട്ടേറിയറ്റിൽ നടക്കം സുരേഷ് കുറുപ്പ് മാറി നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. അങ്ങനെ പാർട്ടിയോട് അകന്ന് നിൽക്കുന്നു എന്നുള്ളത് എവിഡന്റായി നിൽക്കുന്ന ഒരു സമയത്താണ് ഫലത്തിൽ, അതായത് VS-ന്റെ മരണശേഷം എഴുതിയ ലേഖനമല്ല എന്നാണ് നമുക്ക് ലഭ്യമാകുന്നവരും, അതിന് മുൻപ് തന്നെ എഴുതിയ ലേഖനത്തിൽ ഫലത്തിൽ CPM-നെ ആകെ വെട്ടിലാക്കുന്ന നിലയിലേക്ക് എത്തുകയും അതുകൊണ്ടാണല്ലോ CPM-ന്റെ അത്രയധികം നേതാക്കൾ അതിശക്തമായി രംഗത്തെതിർങ്ങി വന്നത്. ഒരു ഉന്നത നേതാവ് എന്ന നിലയിൽ സുരേഷ് കുറുപ്പ് എന്തിനിങ്ങനെ എഴുതി എന്ന ചോദ്യം പോലും അവർ ഫലത്തിൽ ഉന്നയിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത്. അവിടെയാണ് അതിന് മുന്നോടിയായി തന്നെ UDF ഇങ്ങനെ ഒരു നീക്കം നടത്തിയിരുന്നു എന്നുള്ള വാർത്ത. ഫലത്തിൽ സുരേഷ് കുറുപ്പ് പറയുന്നത് പോലെയല്ല, സുരേഷ് കുറുപ്പ് UDF സ്ഥാനാർത്ഥിയാകുമെന്ന വാർത്ത നമ്മൾ കൊടുത്തിട്ടില്ല. പക്ഷേ അങ്ങനെ UDF കോൺഗ്രസ് ശ്രമിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്, അത് ശ്രമിച്ചിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. ഒരുപക്ഷെ കുറുപ്പിന്റെ ഇപ്പോഴത്തെ പ്രതികരണത്തിൽ നിന്ന് ഒരു കാര്യം കൂടി ചേർത്ത് വായിക്കേണ്ടത്, സുരേഷ് കുറുപ്പ് ഇനിയൊരു രാഷ്ട്രീയ സാഹചര്യം മാറിയാലും അങ്ങനെ ഏറ്റുമാനൂരിൽ മത്സരിക്കില്ല എന്ന നിലപാട് തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്നു. നേരത്തെ റെജി ലൂക്കോസ് ഒക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ കുറുപ്പ് ഇടത് രാഷ്ട്രീയത്തോടൊപ്പം തന്നെ നിൽക്കും എന്ന അവരുടെ പ്രതീക്ഷ ഫലത്തിൽ ശരിവെക്കുന്നതാണ് ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ പ്രതികരണം എന്ന് വേണം മനസ്സിലാക്കാൻ. സജിത്ത്, അതാണ് സാഹചര്യം. ശ്രീജിത്ത്, ഒരു കാര്യം കൂടി, സുരേഷ് കുറുപ്പിൻ്റെ പോസ്റ്റിൻ്റെ അവസാനം പറഞ്ഞ ഒരു കാര്യം ഇങ്ങനെയാണ്: എൻ്റെ രാഷ്ട്രീയമാണ് എനിക്ക് മുഖ്യമെന്ന് എന്നെ സ്നേഹിക്കുന്ന മിത്രങ്ങളെയും എന്നിൽ വിശ്വാസം അർപ്പിക്കുന്ന ജനങ്ങളെയും എനിക്കറിയാത്ത കാരണങ്ങളാൽ എന്നോട് ശത്രുഭാവേന പ്രവർത്തിക്കുന്നവരെയും അറിയിക്കട്ടെ എന്നുകൂടിയാണ്. ഒരുപക്ഷേ സുരേഷ് കുറുപ്പ് പാർട്ടിയുമായി അകലുന്നു എന്ന തോന്നൽ ഇടതുപക്ഷ അണികളിൽ, പ്രവർത്തകരിലൊക്കെ വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കിയിരുന്നു. അത്തരം ആളുകൾക്കുകൂടിയുള്ള ഒരു മറുപടി എന്നതാണോ സുരേഷ് കുറുപ്പ് ഈ പോസ്റ്റിലൂടെ ഒരു വ്യക്തത വരുത്തിയിരിക്കുന്നത്? ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമായല്ലോ എന്നതൊക്കെയാണ് ചില ആളുകളൊക്കെ അതിന് താഴെ നടത്തുന്ന കമൻറ്റ്. തീർച്ചയായും സജിത്ത്, അതാണ് വളരെ പ്രധാനപ്പെട്ടത്. അതായത് കുറുപ്പ് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഈ സമാനത, ഇപ്പോൾ CPM ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നോ ജില്ലാ കമ്മിറ്റിയിൽ നിന്നോ ഒക്കെ കുറുപ്പ് കഴിഞ്ഞ സമ്മേളനത്തോടെ മാറി നിൽക്കുമ്പോൾ ഇത്രയധികം വലിയ വാർത്തകളോ ചർച്ചകളോ ഒന്നും ഉണ്ടായില്ല. അത്രയധികം ചർച്ചകൾക്കിട സുരേഷ് കുറുപ്പ് തന്നെ നൽകിയിരുന്നില്ല. ഒരു പ്രതികരണത്തിലൂടെ, ഒരു ലേഖനത്തിലൂടെ, ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഒന്നും കുറുപ്പ് അതിന് യാതൊരു തരത്തിലുള്ള വിശദീകരണവും നൽകിയിരുന്നില്ല. പക്ഷേ